സോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇത് സൂപ്പർ അമ്മയും മകളും. ഇപ്പൊ എന്തിനാണ് സെയിം പിഞ്ച്? ഓ, നമ്മുടെ ഡ്രസ്സ് ഭയങ്കര മാച്ചിങ് ആയല്ലേ വീണ്ടും. ശരി, അപ്പൊ എന്തായാലും ശ്വേതാജി, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഉഷാറായിട്ട് നമുക്ക് തുടങ്ങണം. എല്ലാം ഗംഭീരമാക്കണം, ഐശ്വര്യമായിട്ട് തുടങ്ങണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ എല്ലാം ഐശ്വര്യമാവണമെങ്കിൽ എന്ത് വേണം? പറ, എന്ത് വേണം? ടാസ്കിൽ നമുക്ക് തുടങ്ങാം. ഞങ്ങൾക്ക് ടാസ്ക് വേണ്ട, പക്ഷെ നിങ്ങൾക്ക് ടാസ്ക് വേണം. ഓ, അങ്ങനെ ശ്വേതാജിക്ക് ടാസ്ക് കൊടുത്ത് ഐശ്വര്യമായിട്ട് തുടങ്ങാം, അതല്ലേ നിങ്ങളുടെ ആഗ്രഹം? സാസുവിന് ടാസ്ക് കൊടുക്കാം. അല്ല, ഞാൻ ഇന്നൊരു നല്ലൊരു ടാസ്ക് റെഡിയാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ആദ്യം ശ്വേതാജിക്ക് തരാൻ പോവാണ്. ഓക്കെ, ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്ത് പറയും സാധാരണയാണെങ്കിൽ? സുഖമാണെന്ന് പറയാം. പക്ഷെ ഇനി അങ്ങനെ പറയരുത്. ഞാൻ എന്ത് ചോദിച്ചോ അതിന് ഒരു ബന്ധമില്ലാത്ത ആൻസർ വേണം പറയാൻ. അപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെ പടപടയെന്ന് വരും, ഉത്തരങ്ങൾ പടപടയെന്ന് വരണം. അല്ല ശ്വേതാജി, ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് ആരാ? ഇതിന് എത്ര രൂപയായി? ഈ പ്രാവശ്യം നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യണേ. നമുക്ക് തീർച്ചയായിട്ടും. ശ്വേതാജിയുടെ ഈ മുടിക്ക് എന്ത് എണ്ണയാണ് ഉപയോഗിക്കുന്നത്? മുറിവുണ്ടോ? മുറിവുണ്ട്, കാലില് മുറിവുണ്ട്. എനിക്ക് ഒടിവേ ഉള്ളൂ. കാലിന് എന്ത് പറ്റി ശ്വേതാജി? കാലിന് എന്ത് പറ്റി? നമുക്ക് റൗണ്ട്സ് ഉണ്ട്, എപ്പിസോഡ്സ്. ഏത് റൗണ്ട്? ഇവിടെയുള്ള ഏത് റൗണ്ടാണ് ശ്വേതാജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കോമഡി ആണോ, ഫാമിലി ആണോ, റെട്രോ ആണോ? ഏത് റൗണ്ട് ഇഷ്ടപ്പെട്ടത്? വെയിറ്റ് ചെയ്യണോ സർ? ഒരു മിനിറ്റ്. യെസ് സർ. ശ്വേതാജിക്ക് ശമ്പളം പറഞ്ഞിരുന്ന് ഇലയിൽ ഊണ് കഴിക്കാനാണ് ഇഷ്ടം, അതെയോ ഹോട്ടലിൽ പോയിരുന്ന് മേശപ്പുറത്തിരുന്ന് മറ്റേ ഇത് വെച്ചിട്ട് ഫോർക്കൊക്കെ വെച്ചിട്ട് കഴിക്കാനാണോ ഇഷ്ടം? ഗുരുവായൂരപ്പ. ചേച്ചിക്ക് ഷൈൻ ടോം ചാക്കോന് ഇഷ്ടമാണോ? ഒന്ന് ചൊറിഞ്ഞു തരൂ. ഇവിടെയാ കുറച്ചുകൂടി ചോട്ട്. പാടുന്നു. How was it? ഇനി നമ്മൾ ഇവരോടും കൂടി ചോദിക്കാം. പിന്നെ നിങ്ങളോട് എൻ്റെ ഒരു ചോദ്യം. അമ്പിളി ചേച്ചിക്ക് വീട്ടിൽ നിന്ന് വരാനാണോ ഇഷ്ടം, അതോ ഹോട്ടലിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ? ഏതാണ് മനസ്സിന് കൂടുതൽ ഇഷ്ടം? ശ്വേതാജി, ഈ ഡ്രസ്സ് എവിടെ നിന്നാ തയ്പ്പിച്ചേ? അപ്പൊ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ഞാൻ സാരിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, പിന്നെ ചുരിദാറും ധരിക്കാറുണ്ട്. അതെ. മഴക്കാലത്ത് എന്താ പുറത്തു പോകാൻ ഇഷ്ടമാണോ? ചൂട് ചായയൊക്കെ കുടിക്കാൻ ഇഷ്ടമാണോ മഴക്കാലത്ത്? നല്ല സിനിമാ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഏത് സിനിമാ പാട്ട് ഏറ്റവും ഇഷ്ടം? ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തു പോകും, ചിലപ്പം അവധി ദിവസങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഈ പുറത്തു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോകാൻ ഇന്ത്യക്ക് വെളിയിലോ കേരളത്തിന് വെളിയിലോ അതെയോ നിങ്ങളുടെ നാട്ടിന്റെ വെളിയിലോ? ഞങ്ങളുടെ സ്കൂളിൽ കുറേ പിള്ളേരുണ്ട്, അവർ നല്ല നല്ല സ്റ്റുഡൻസ് ആണ്, പക്ഷെ നമുക്ക് ലാംഗ്വേജിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണ് അമ്പിളി ചേച്ചിക്ക് ഇഷ്ടം? ഞങ്ങളിങ്ങനെ ഒരു ദിവസം വീട്ടിലിങ്ങനെ വെറുതെ ചായയൊക്കെ കുടിച്ചിരുന്നപ്പം ഞങ്ങളിങ്ങനെ ഒരു പാട്ടൊക്കെ അങ്ങ് പാടി, അതൊക്കെ അങ്ങ് ഹിറ്റായി. ഓ, അപ്പൊ വലിയ പാട്ടുകാരിയാ? ഞങ്ങള് സാധാരണ പിന്നെ പുറത്തു പോയി ഭക്ഷണം കഴിക്കും, ചില ദിവസങ്ങളിൽ മാത്രമേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറുള്ളൂ. ആണോ? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കൽ കുറവാണോ? അപ്പൊ ബാബു സാർ എന്ത് പറയും? ഞങ്ങൾ സാബു സാർ ഗാനമേളക്കൊക്കെ പോകും. സാബു സാർ എന്ത് പറയും? സാബു സാർ ഗാനമേളക്കൊക്കെ പോകും. ഇനി ഈ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുമ്പോ നമുക്ക് ഇവിടെ പഴംപൊരി തരും, ചായ തരും, അതൊക്കെ മേടിച്ച് കുടിച്ചൂടെ? എന്തേ കുടിക്കാത്ത? നല്ല സാരി എവിടെന്നാ മേടിച്ചത്? സാരി ഞാൻ പല സ്ഥലത്തും മേടിക്കും. ഈ ഉടുപ്പ് എവിടെന്നാ മേടിച്ചേ? എനിക്ക് ഭയങ്കരമായിട്ട് ചൂട് എടുക്കുന്നു ഇവിടെ ഇരുന്നിട്ട്. അന്ന് പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കൂടെ? വിശപ്പും ചൂടും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കൂടെ? എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയത് തന്നെ ഭയങ്കര ഔട്ട്. ഞാൻ അങ്ങനെയല്ല. അല്ല, അതല്ല, നമ്മുടെ ആ ചോദ്യത്തിന് മാച്ച് ആവുന്ന ഒന്നും പറയാൻ പാടില്ല. ഒന്നും ഇവിടുന്ന് ഇറങ്ങി പൊക്കൂടെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് പറഞ്ഞാൽ അത് യെസ്, ഞാൻ വീണ്ടും ജയിച്ചിരിക്കുകയാണ് ശ്വേതാജി. ഇനി വീണ്ടും എനിക്ക് ആവേശം കയറി. ഇനി നമ്മുടെ ഷീന ചേച്ചി പറയൂ. ഷീന ചേച്ചി ചുമന്ന ഷോളും മഞ്ഞ ചുരിദാറിനും പകരം പച്ചയും ചുമപ്പുമായ നന്നായിരുന്നേനെ. എന്റെ മോക്ക് സ്കൂളിൽ A+ ഉണ്ടായിരുന്നേ. എത്ര A+ കിട്ടി അവൾക്ക്? കലോത്സവത്തിന് 1ാം സ്ഥാനത്ത് വന്നായിരുന്നേ. അതെ, കലോത്സവത്തിന് എത്ര ഐറ്റത്തിന് 1ാം സ്ഥാനത്ത് എത്തി? ശ്വേതാജി, ഞാൻ ഇത്രയും ദിവസം ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാലും അതെന്ന് പറഞ്ഞോട്ടെ, ഇത്രയും ദിവസം ഈ ഫ്ലോറിൽ വന്നതിൽ ഏറ്റവും സുന്ദരി എന്നാണ്. ഓ, അങ്ങനെ. അപ്പൊ ഇതിന് മുമ്പ് ശ്വേതാജിയോട് സുന്ദരിയാണെന്ന് പറഞ്ഞൊക്കെ പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ ഇതുവരെ സുന്ദരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ജയിച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ഒരേ ഒരാളെ തോൽപ്പിക്കണം. സോ
ശ്രീകുട്ടിയുടെ അതായത് ശ്രീകുട്ടിക്ക് കിടന്നുറങ്ങാനാണോ ഇഷ്ടം, ഭക്ഷണം കഴിക്കാനാണോ ഇഷ്ടം, അതോ ഗുസ്തി പിടിക്കാനാണോ ഇഷ്ടം? എത്ര നേരെ പറയുന്നത് മീനാക്ഷി അടങ്ങിയിരിക്കാനായിട്ട്? അല്ല, മീനാക്ഷി ഇവിടെ അടങ്ങിയിരിക്കല്ലേ, വെറുതെ ആ കൊച്ചിനെ ചീത്ത പറയാൻ എന്തിനാണ്? ഈ ഒരേ കളർ ഡ്രസ് ഇട്ട് വരാൻ വേണ്ടി ഒരു മിനിമം ഒരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ പറ്റിയൊക്കെ. ഞങ്ങൾ നന്നായി ശ്രദ്ധിച്ചു തന്നെ ഇരിക്കണേ. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? സാറേ, ഫാമിലി റൗണ്ടിന് 4 പേരല്ലേ കയറാന്ന് ആദ്യം പറഞ്ഞേ, പിന്നെ എത്ര പേരെ കയറ്റിപ്പോ? ഇത് ശരിയാണോ? അല്ല, ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ കുറെ ആൾക്കാരുണ്ടോ, അതെല്ലാരും കയറ്റാം. ഇനി വേറെ റൗണ്ട് മാറ്റണമെന്നുണ്ടോ? വേറെ റൗണ്ട് മാറ്റണോ? വിദ്യ, ഈ നേരത്തെ പറഞ്ഞ എന്തോ കറുപ്പും വെള്ളം, എനിക്ക് ഇവിടെ കണ്ടിട്ട് നീലയാണെന്ന് എന്നോട് ഫേസ് ടു ഫേസ് പറയണം. ഈ ഫാമിലി റൗണ്ടിന് പകരം തോറ്റു. ഓ, അത് ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടു. എന്റെ നേരത്തെ പറഞ്ഞു അങ്ങനെയാ വീഴിക്കുന്നേ. അങ്ങനെയൊക്കെയാണ്. എന്റെ ശ്വേതാജിയാണ് എന്നെ രക്ഷിച്ചത്, അല്ലെങ്കിൽ ഞാൻ തളർന്നു പോയനെ. തോറ്റു. അപ്പൊ അങ്ങനെ 1 2 3 4 പെൺപുലികളെ ഞാൻ തോൽപ്പിച്ചു. പക്ഷെ ഒരു പെൺ സിംഹം എന്നെ തറ പറ്റിച്ചു. അതാണ് സൂപ്പർ അമ്മ അവാർഡ് ഗോസ് ടു ശ്വേതാജി അഗൈൻ. അപ്പൊ ഈ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കയ്യടി അടിക്കൂ. ഈ സ്ഥലത്തുനിന്ന് ഒരു കയ്യടി പോരല്ലോ, നന്നായി അടിക്കൂ.